സമകാലികം. എല്ലാ വർഷവും മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായി ആചരിക്കുന്നു. വിജ്ഞാനം, വിദ്യാഭ്യാസം, സാമൂഹികം, സാങ്കേതികം ഈ രംഗങ്ങളിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് ഈ ദിനാചരണം. അതിന്റെ ഭാഗമായി ലോകമെമ്പാടും വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, ശാസ്ത്രീയ പ്രകടനങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. മെയ് 16 ലോക പ്രകാശ ദിനമായി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതായത് 1960 മെയ് 16 ലേസർ സാങ്കേതിക വിദ്യ ആദ്യമായി പ്രമുഖ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ തിയഡോർ മെൻ ആക്ടിവേറ്റ് ചെയ്തത്. 2026 അന്താരാഷ്ട്ര പ്രകാശദിന സന്ദേശം സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ്. പ്രകാശാധിഷ്ഠിത സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സുസ്ഥിരത, ഹരിത ഊർജം, കൃഷി, UN വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം. ദൈനംദിന ജീവിതത്തിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് അഥവാ അന്താരാഷ്ട്ര പ്രകാശ ദിനമാണ്. പ്രകാശം എന്നത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ കാണാൻ സഹായിക്കുന്ന ഒരു ഊർജമാണ്. ഫിസിക്സ് അധ്യാപകൻ ഡോക്ടർ വിപുൽ മുരളി. ശാസ്ത്രത്തിൽ പ്രകാശത്തെ ഒരു എനർജി അഥവാ ഊർജ രൂപമായിട്ടാണ് വിശദീകരിക്കുന്നത്. പ്രകാശം തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. പ്രകാശമില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് വസ്തുക്കളെ കാണാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രകാശ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. ചെടികൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തം ഭക്ഷണം നിർമ്മിക്കുന്നു. ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നു. ഈ പ്രക്രിയയിലൂടെയാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഓക്സിജൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശം ജീവന്റെ അടിസ്ഥാനമാണ് എന്ന് പറയാം. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലും പ്രകാശം വളരെ പ്രധാനമാണ്. രാവിലെ സൂര്യോദയം മുതൽ രാത്രി വീടുകളിലെ വിളക്കുകൾ വരെ എല്ലായിടത്തും പ്രകാശത്തിന്റെ സാന്നിധ്യമുണ്ട്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പ്രകാശത്തിന്റെ പങ്ക് വളരെ വലുതാണ്. മൈക്രോസ്കോപ്പുകൾ പ്രകാശം ഉപയോഗിച്ച് ചെറുജീവികളെ കാണാൻ സഹായിക്കുന്ന പോലെ ടെലസ്കോപ്പുകൾ വഴി ബഹിരാകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പഠിക്കാൻ കഴിയും. സൗരോർജ്ജം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ ഊർജ്ജമാണ്. ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനത്തിലും ഫൈബർ ഒപ്റ്റിക് സാങ്കേതിക വിദ്യയിലും പ്രകാശം ഉപയോഗിക്കുന്നു. പ്രകാശം വെറും വെളിച്ചമല്ല, അത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമാണ്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിൽ ശാസ്ത്രത്തെ കൂടുതൽ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഊർജം പാഴാക്കാതെ ഉപയോഗിക്കാനും നമ്മൾ എല്ലാവർക്കും ശ്രമിക്കാം. മനുഷ്യ വംശത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴി തെളിച്ചത് വെളിച്ചമാണ് എന്ന് പറയാം. കവിയും എഴുത്തുകാരിയുമായ VM ഗിരിജ. തീയും വെളിച്ചവും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും സാഹിത്യത്തിലും കലകളിലും ഒക്കെ ഈ വെളിച്ചത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. തമസിൽ നിന്ന് ഞങ്ങൾ ജ്യോതിസിലേക്ക് പോകുമാറാകട്ടെ, മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക്. അങ്ങനെയുള്ള ഉപനിഷത്ത് വചനങ്ങളൊക്കെ പ്രശസ്തമാണല്ലോ. ഭാഗവതത്തിന്റെ തുടക്കത്തില് എപ്പോഴും സൂതനാണല്ലോ കഥ പറയുന്നത്. സൂതനോട് ശൗനകമുനി പറയാണ്, അജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി. അങ്ങനെയാണ് പറയുന്നത്. അജ്ഞാനമാകുന്ന ധ്വാന്തത്തിനെ, അതായത് ഇരുളിനെ അകറ്റുന്ന കോടി സൂര്യന്മാരുടെ സമപ്രഭയുള്ളവനെ. എപ്പോഴും നമ്മുടെ ആഖ്യാനങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, വേദങ്ങള്, അത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഈ ഒരു ഭൂഖണ്ഡത്തിലെ ഉണ്ടായ സാഹിത്യകൃതികളെ പറ്റി എല്ലാം പറയാവുന്നതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇരുട്ട് വന്നാൽ പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ. ഇരുട്ടില് വളരെയധികം പതുങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. അതായിരുന്നല്ലോ ആദ്യത്തെ ഒരു പേടി മനുഷ്യവംശത്തിന്റെ തന്നെ. അപ്പൊ ഇരുട്ട് മാഞ്ഞു പോകുന്നതായിരുന്നു ഏറ്റവും അധികമുള്ളൊരു സാന്ത്വനം. അതുകൊണ്ടാണ് ഉഷസ്സിനെ വർണ്ണിക്കുന്നത് ഇത്രയധികം ഒരുപാട് ഋക്കുകളുണ്ട്. ഋക്ക് എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ സൂക്തം. ആ ഇരുട്ടുമായിട്ടാണ് നമ്മളുടെ അറിവില്ലായ്മയെ തത്വചിന്തയിലായാലും മതത്തിലായാലും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് നയിക്കുന്നവനാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണെന്ന് പറയുമല്ലോ. ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും എടുത്തപ്പോഴും നമ്മളെപ്പോഴും പറയുന്നത് തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു ഉത്സവമാണ് ഇത് എന്ന് പറയും. ഇപ്പൊ ദീപാവലിയെ കുറിച്ച്, അങ്ങനെ മിക്ക ഉത്സവങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയും. അത് നമ്മളുടെ മനസ്സിന്റെ ആദിമമായിട്ടുള്ളൊരു പേടിയും ആദിമമായിട്ടുള്ളൊരു സന്തോഷവുമാണ് ഇരുട്ടും വെളിച്ചവും. ആ ദ്വന്ദ്വത്തിനെ സംബോധന ചെയ്ത് മാത്രമേ സംസ്കാരത്തിന് പോവാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് ഈ വെളിച്ചത്തിന്റെ ഒരു പ്രാധാന്യം. വെളിച്ചം വന്നപ്പോ, വൈദ്യുതി വിളക്കുകൾ വന്നപ്പോ യക്ഷികളും ഭൂതങ്ങളും ചെകുത്താന്മാരും പ്രേതങ്ങളും ഒക്കെ ഇല്ലാതായെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇരുട്ട് ഉണ്ടാക്കുന്ന പേടിയാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം.
സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചം മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് സിബി എ. അതിന്റെ ഒരു ശാസ്ത്രീയ വശം പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകളിലൂടെ വെളിച്ചം തലച്ചോറിലേക്ക് എത്തുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ സജീവമാക്കുന്നു. നാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പ്രാപ്തരാകുന്നു, ഉന്മേഷഭരിതരാകുന്നു. ഇതിന്റെ അർത്ഥം സൂര്യപ്രകാശം നമ്മുടെ സ്വാഭാവികമായ ജൈവ ഘടികാരത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സൺലൈറ്റ് ഒരു നാച്ചുറൽ തെറപ്പിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് സെറട്ടോണിൻ വർദ്ധിപ്പിക്കുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റിയും സന്തോഷവും നമുക്ക് തരുന്നു. സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയവയൊക്കെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവയെല്ലാം നമ്മുടെ മോട്ടിവേഷൻ കൂട്ടുന്നു, നമ്മളെ ഫോക്കസ്ഡ് ആകുന്നു, നമ്മുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. മെലറ്റോണിൻ എന്ന് പറയുന്നത് ശരിയായ ഉറക്കത്തെ ഉറപ്പാക്കുന്ന ഒന്നാണ്. ഉറക്കം ശരിയായാൽ മെന്റൽ ഹെൽത്ത് നന്നാകുന്നു, നമ്മൾ സ്വയം മെച്ചപ്പെടാൻ തുടങ്ങുന്നു. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മതിയായ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിതശൈലി വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറയിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നീ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നത് ഈ ജീവിതശൈലി പിന്തുടരുന്നത് മൂലമാണ്. വളരെ വൈകിയുള്ള ഉറക്കം, വൈകിയുള്ള ഉണരൽ, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ഈ കുട്ടികൾ പോകുന്നത്. വളരെ നേരത്തെ തന്നെ ട്യൂഷനും മറ്റും ആരംഭിക്കുന്നു, പിന്നീട് ബസ്സിലും മറ്റും കയറി സ്കൂളിലേക്ക് എത്തുന്നു. അവിടെയും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ കുഞ്ഞുങ്ങൾക്ക് കുറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ, ഉത്സാഹം, ഇതിനെയെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മളിപ്പോൾ സൺലൈറ്റിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ ഇനിയും ആവശ്യമാണ്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃത ഭാഷയിൽ പ്രകാശം എന്ന പദത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് സാഹിത്യ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സരിത മഹേശ്വരൻ. വെളിച്ചം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം, തമസിന്റെ അഭാവം, ഇരുട്ടില്ലായ്മ എന്നൊരർത്ഥം, അതോടൊപ്പം തന്നെ എല്ലാവരും കാണുന്ന വിധത്തിൽ, എല്ലാവരും അറിയുന്ന വിധത്തിൽ എന്നൊരർത്ഥമുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുക, പുറത്തേക്ക് വരിക, ഒഴുകി വരിക തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളൊക്കെയുള്ള ഒരു നാനാർത്ഥക പദമാണ് പ്രകാശം. അതുപോലെ സംസ്കൃതത്തിലെ പല ഗ്രന്ഥങ്ങൾക്കും, പ്രത്യേകിച്ച് ചില കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പുതിയ ഗ്രന്ഥങ്ങളല്ല, പുതിയ പുസ്തകങ്ങൾക്ക് അങ്ങനെ പേരുകൾ ഇത്തരത്തിലുള്ള പ്രകാശം എന്ന പേരൊന്നും ചേർത്ത് കാണാനില്ല. പഴയ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഒരു 1000 AD, അതുപോലെ 1500 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങളിൽ പലതിനും പ്രകാശം എന്നുള്ള പേര് കൂട്ടിച്ചേർത്ത് അങ്ങനെ പേരിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ചില പേരുകളാണ് കാവ്യപ്രകാശം, ശൃംഗാരപ്രകാശം, ന്യായപ്രകാശം, സത്യാർത്ഥപ്രകാശം, ശില്പപ്രകാശം തുടങ്ങി ധാരാളമുണ്ട്. ഇതുപോലെ ഈ പ്രകാശം എന്നുള്ള ഒരു ഭാഗം കൂടി ചേർത്തുകൊണ്ട് പുസ്തകങ്ങൾക്ക് പേരിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രകാശം എന്നുള്ള പദത്തിന് കേവലം വെളിച്ചം, ഏതെങ്കിലും വിളക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഒന്നും മാത്രമല്ലാതെ പ്രകാശപദത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് കാണിക്കാൻ തന്നെയായിരിക്കണം അങ്ങനെ പേരിട്ടത്. പുസ്തകങ്ങളുടെ അധ്യായം ആയിട്ട് വിഭജിക്കുന്നതിനും പ്രകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ വ്യാഖ്യാനങ്ങൾക്ക് പ്രകാശം എന്ന് പേര് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. സംസ്കൃത നാട്യവിഷയങ്ങളെ കുറിച്ച് എഴുതിയ ദശരൂപകം എന്ന പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിനും കൊടുത്തിരിക്കുന്ന പേര് പ്രകാശം എന്ന് തന്നെയാണ്. തത്വചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേര് ദീധിതി പ്രകാശം എന്നാണ്. അപ്പോ ഇവിടേക്ക് എടുത്തു നോക്കുമ്പോഴും പ്രകാശത്തിന് അറിവ് എന്നുള്ള, ഒന്നുകൂടി വ്യക്തമാക്കി തരിക എന്നുള്ള ഒരർത്ഥം കാണാൻ പറ്റും. ഇനി അതല്ലാതെ മറ്റൊരു തരത്തില് പ്രകാശം എന്ന പദം ഒരു സാങ്കേതിക പദമായിട്ട് നാടകങ്ങളില് ഉപയോഗിക്കുന്നതായിട്ടും കാണാനുണ്ട്. അറിവ് എന്നുള്ള അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം വരികൾ നേരിട്ട് പ്രകാശം എന്നുള്ള വാക്കിലല്ല എങ്കിലും പ്രകാശത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്ന
ധാരാളം സൂക്തികള് സംസ്കൃതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതമന്ധം തമകൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതി ആ സംസാരം ന ദീപ്യതേ എന്ന്. ഈ പ്രപഞ്ചം മുഴുവനും ഇരുട്ടിലാണ്ടുപോയേനെ ശബ്ദമെന്നു പേരുള്ള ആ വെളിച്ചം സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആചാര്യ ദണ്ഡിയുടെ ഒരു സൂക്തിയുണ്ട്. അതുപോലെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സൂക്തികളാണ് തമസോമാ ജ്യോതിർഗമയ, അസതോമാ സദ്ഗമയ, മൃത്യോർമാ അമൃതം ഗമയ എന്നുള്ളത്. അവിടെയും തമസോമാ ജ്യോതിർഗമയ എന്നുള്ള ആ വരിക്ക് ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവിടെയും ഇരുട്ടും വെളിച്ചവും എന്നുള്ളത് കേവലം വാച്യാർത്ഥത്തിലല്ല. ഇരുട്ട് എന്നുള്ളതിന് അജ്ഞാനമെന്നും വെളിച്ചം എന്നുള്ളതിന് അറിവ്, വിജ്ഞാനം എന്നുള്ള അർത്ഥവുമാണ് വരണത്. ഇനി ഇതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്രം എടുത്താൽ അവിടെയുണ്ട് ഓം ഭൂർഭുവസ്വ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് പറയുന്ന ആ മന്ത്രം. ഇവിടെ ആദിത്യദേവനോടുള്ള പ്രാർത്ഥന എങ്ങനെയാണോ ആദിത്യൻ വളരെ തെളിഞ്ഞ് ശോഭയോടുകൂടി നിൽക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ, ആരാധിക്കുന്നവരുടെയൊക്കെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇങ്ങനെ നോക്കിയാൽ പ്രകാശം എന്ന് പറഞ്ഞ പദത്തിന് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് സംസ്കൃത ഭാഷയിൽ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രകാശപദം ചേർത്തിട്ടുള്ളതായ ചില വാക്കുകൾ കൂടി സൂചിപ്പിക്കും. പ്രകാശക്രയം എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുക വളരെ പ്രത്യക്ഷമായി നടത്തുന്നതായ ക്രയവിക്രയങ്ങള്, വ്യാപാരങ്ങള്, അതിനെ പ്രകാശക്രയം എന്ന പേരിൽ പറഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു വാക്കാണ് പ്രകാശനാരി എന്നുള്ളത്. അവിടെ പ്രകാശം എന്നുള്ളതിന് ഇത് തന്നെയാണ്, എല്ലാവരുടെ മുമ്പിലും നിൽക്കുന്ന, നല്ല ചങ്കൂറ്റമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് പ്രകാശനാരി. പബ്ലിക് വുമൺ എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ പര്യായമായിട്ട് പറഞ്ഞു കാണുന്ന ഒരു വാക്കാണ്. അതില് ആ ഒരു വാക്കിന് ഗണിക എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ ദേവദാസി എന്നുള്ള അർത്ഥമൊക്കെ പറഞ്ഞു കാണാനുണ്ട്. നല്ല മിടുക്കുള്ള, സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രകാശനാരി എന്നുള്ള വാക്കൊക്കെ പ്രയോഗിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ എടുത്തു നോക്കിയാലുണ്ട് പ്രകാശാത്മാ പ്രതാപന എന്ന് പറയുന്ന ദിക്കില് പ്രകാശാത്മാവായിട്ടാണ് എന്നുള്ള ആ ഒരു വാക്ക്, അതായത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന പദങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. വേദാന്തം പോലെയുള്ള ദർശനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതമായിട്ടുള്ള ആ തത്വത്തിനെ, അതിനെയും പ്രകാശമായിട്ട്, ഉള്ളിലെ അറിവ് ആകുന്ന പ്രകാശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകാശം എന്നുള്ള പദം വളരെ ജാജ്വല്യമാനമായി, വളരെ ശോഭായമാനമായി നിൽക്കുന്ന ഒരു പദമാണ്, സംസ്കൃത പദമാണത്. പ്രകാശ എന്നാണ് ആ വാക്ക് വരുന്നത്. അതിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴാണ് പ്രകാശം എന്ന ഒരു പദമായിട്ട് മാറുന്നത്. പ്രകാശം എന്നത് കാഴ്ചയ്ക്കുതകുന്ന ഒന്നായി മാത്രം ചുരുങ്ങുന്നില്ല. ഭൂമിയിലെ ജീവനും അവയുടെ ശരിയായ വളർച്ചയും ശാസ്ത്രവും ചികിത്സാരംഗവും കലയും എഴുത്തും സംസ്കാരവുമെല്ലാം പ്രകാശം കൊണ്ടാണ് പുരോഗതി പ്രാപിച്ചത്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിർവഹണം റിയ, സഹകരണം ഹസീന. സമകാലികം.